അപ്പോൾ നമ്മളിന്ന് ആനയിറങ്കൽ ഡാമിലേക്ക് പോകാനാണ് ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ മൂടൽമഞ്ഞാണ്, മഴയ്ക്കുള്ള ലക്ഷണമാണോ? ഇപ്പോൾ ഡിസംബർ മാസം ആറായല്ലോ, മഞ്ഞൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂപ്പാറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പൂപ്പാറ വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഇൻട്രോ എടുക്കാമെന്ന് വെച്ചു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ചെറിയ ചോളമൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിരുന്നു. അപ്പോൾ നമ്മുടെ അണ്ണൻ്റെ അടുത്തും ഇക്കാടെ അടുത്തൊക്കെ വന്ന് ഞങ്ങൾ ഓരോന്ന് വാങ്ങിച്ചു. ഇപ്പോൾ നമ്മൾ ആനയിറങ്കലിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല ക്ലൗഡിയാണ്. ഇപ്പോൾ ഒന്ന് മിസ്റ്റായിട്ട് നല്ലതായിട്ട് മഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ്നാടൊക്കെ ഒരു 10 കിലോമീറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ബോഡിമെട്ടാണ്. അപ്പോൾ താഴെ മഴയൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു അഫക്റ്റ് ഇങ്ങോട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ട് മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ അമ്മച്ചിയുടെ അടുത്തു നിന്നും ചോളമൊക്കെ വാങ്ങി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോളത്തിൽ നാരങ്ങയൊക്കെ തേച്ചും ചെറുനാരങ്ങയും അതുപോലെ മുളക് പൊടിയൊക്കെ തേച്ച് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് നന്ദി, നല്ല രുചിയായിരുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി ആനയിറങ്കിലേക്ക് പോകാം. അവിടുത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ഒഴിഞ്ഞ ആനയിറങ്കൽ ഡാമാണ് ഈ എൻ്റെ പിന്നിൽ കാണുന്നത്. അവിടെ ബോട്ടിങ്ങൊക്കെ നിർത്തിയതോടെ സഞ്ചാരികളും കുറഞ്ഞു. ഇവിടെയുള്ള ചെറുകിട വ്യവസായികൾ, നമ്മുടെ ചായക്കടക്കാരും അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പ്രതിസന്ധിയിലേക്ക്, അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു അതൊക്കെ നിന്നുപോയി. അതോടെ തന്നെ ആനയുടെ ഒരു സ്വൈരവിഹാരമാണ്, കേന്ദ്രമാണ് എന്നും പറഞ്ഞാണ് അവിടെ നിർത്തിച്ചതും. അതുപോലെ അരിക്കൊമ്പനെ ഇവിടുന്ന് നമ്മൾ കണ്ടതാണല്ലോ. അരിക്കൊമ്പനൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയാണ് ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ സഞ്ചാരികളാണെങ്കിലും കുറവാണ് ഇവിടെ. പിന്നെ ഇതിനകത്തൊരു പാർക്കുണ്ട്, ടൈഡൽ പാർക്ക്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാലും വളരെ കുറച്ച് ആൾക്കാരേ പോകുന്നുള്ളൂ. കാരണം എല്ലാം ബോട്ടിങ് നിലച്ചോടെ ഇവിടെ സഞ്ചാരികൾ കുറഞ്ഞോടെ ഉള്ള പ്രതിസന്ധിയാണ് ഇവിടെ മൊത്തത്തിൽ അപ്പോൾ നേരിടുന്നത്. മഴ പെയ്ത് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഡാമിൽ. കൃത്യമായിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാറിൽ നിന്ന് വരുവാണെങ്കിൽ ഏകദേശം 26 കിലോമീറ്റർ മൂന്നാർ തേക്കടി റൂട്ടിൽ വന്നാൽ മതി. അല്ല, പൂപ്പാറയിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്ന് കാണുവാണെങ്കിലും സഞ്ചാരികൾ ഇവിടെ വളരെ കുറവാണ്. ഇപ്പോൾ ഇടനിലയ്ക്ക് ആളുകൾ വന്ന് നിന്ന് പോകുന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ചായക്കടയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ അണ്ണന്മാരുടെ അടുത്ത് ഞാനൊരു ചായ കുടിച്ചായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ബ്രെഡ് ഓംലേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഇപ്പോൾ സഞ്ചാരികൾ അപ്പോൾ ഇടയ്ക്ക് വന്ന് ഇറങ്ങി കഴിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ട്, ടൂറിസ്റ്റുകൾ. അവരുടെയും ഒക്കെ കുറച്ച് പേരേ ഉള്ളൂ ഇവിടെ, കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലതാനും ടൂറിസ്റ്റുകളുടെ. പിന്നെ നമുക്ക് അപ്പുറം ഒരു തൂക്കുപാലം ഉണ്ട്, അങ്ങോട്ടൊക്കെ പോകാം. അപ്പം നമ്മൾ കണ്ട ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്നും പൂപ്പാറയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ തേക്കടിയിൽ നിന്ന് മൂന്നാർ പോകുന്ന റൂട്ട് എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആനയിറങ്കൽ ഡാം എന്നുള്ള സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് റൈറ്റ് ഈ കാണിക്കുന്നത്, ഫസ്റ്റ് റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഡാമിൻ്റെ എൻഡിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു റൈറ്റ് വരും, റൈറ്റ് സൈഡിലോട്ടുള്ള. അവിടെയും സൈൻ ബോർഡുണ്ട്. അവിടെ നോക്കിയാൽ നമുക്ക് ആനയിറങ്കൽ ഡാമിൻ്റെ പാർക്കിലേക്കും പോകാം. അപ്പം നമുക്കിപ്പോൾ ആനയിറങ്കൽ ഡാമിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇങ്ങോട്ട് വരുമ്പോൾ പാർക്കിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ കണ്ടോ, വണ്ടി തന്നെ വളരെ കുറവാണ്. 2 കാറുണ്ടാകെ, പിന്നെ എൻ്റെ ഒരു വണ്ടിയും വേറൊരാളുടെ ഒരു ബൈക്കോടെ ഇവിടെ ഇരിക്കുന്നുള്ളൂ. അത്രയ്ക്കും ശോകമായിട്ട് പോയി. ഇവിടെ വളരെ നിശ്ചലാവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ ഡാം, ഞാനിപ്പോൾ ഡാമിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിന്നിൽ കാണാവുന്നതുണ്ടോ, നിറയെ ബോട്ടെല്ലാം അവിടെ ഉണ്ടായിരുന്നതാണ്, ബോട്ടിങ് സർവീസ് നടത്തിയിട്ടിരുന്നതാണ്. ഈ ഒരു പ്രശ്നം കാരണം ആനയുടെ സ്വൈരവിഹാരത്തിനും ഒക്കെ തടസ്സമാണെന്നുള്ള രീതിയിലുള്ള ഒരു വാദങ്ങളും കാര്യങ്ങളും വന്നുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം നിർത്തിയത്. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരുന്നതെല്ലാം നിന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ വിരളമായിട്ടുള്ള ആളുകളെ വരുന്നുള്ളൂ ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ കാര്യങ്ങൾ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വന്നിട്ട് വെറുതെ ഒരു ശോകാവസ്ഥയിലായിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഭംഗി ആസ്വദിക്കാൻ മാത്രമായിട്ടും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വരാം. ബോട്ടിങ് കാര്യങ്ങൾ പക്ക നിന്ന് പോയി. ഇനി ഏത് സമയത്ത് ഇനി ഓപ്പൺ ആകുമെന്നുള്ളൊരു കാര്യം അറിയത്തില്ലേ. ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇത് KCBയുടെ അണ്ടറിലുള്ള ഡാമാണ് ഇവിടെ. ഇവിടെ നിന്നാണ് പൊന്മുടി ഡാമിലേക്കും പന്നിയാർകുട്ടിയിലേക്കൊക്കെ വെള്ളം ഇവിടെ താൽക്കാലികമായിട്ട് ശേഖരിച്ച് വേനൽക്കാല സമയത്ത് ഇവിടുന്ന് കുറച്ച് വെള്ളം കുറയുന്ന സമയത്ത് ഇവിടുന്ന് ശേഖരിച്ച് ഈ തോടുകളിൽ ഒഴുക്കി വിട്ടാണ് അവിടെ വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ കല്ലൊക്കെ പാകി ഉണ്ടോ. ഇത് ഇത്രയും വലിയൊരു കെട്ടാണ് ഇതിൻ്റെ വെള്ളം തടഞ്ഞു നിർത്താനായിട്ട് ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് തൂക്കുപാലത്തിലേക്ക് പോകാം. കാരണം ഇവിടെ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒരു വ്ളോഗ് എടുക്കാനൊരു മടിയായി തുടങ്ങി. നമുക്ക് തൂക്കുപാലത്തിൻ്റെ ഭംഗി കൂടി ആസ്വദിച്ച് നമുക്ക് പോവാം. ഇപ്പോൾ ആനയിറങ്ങൽ ഡാമിൻ്റെ പാർക്കിലേക്ക് നമ്മൾ പോയില്ല. കാരണം പോകാനായിട്ട് തോന്നുന്നില്ല, ആരും തന്നെ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ടൂറിസം പഴയ പോലെ പുനർജീവിപ്പിക്കുമോ എന്ന് അറിയില്ല. കാരണം അത്രയധികം മോശമാണ്. കാരണം എങ്ങനെ നല്ല ആക്റ്റീവായിട്ടിരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആ ഒരു ടൂറിസം ഇവിടെ പാടെ നിന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ബോട്ടിംഗ് എന്ന് പറയാനായിട്ടിപ്പോൾ ഉള്ളത് പൊന്മുടിയിലും പിന്നെ മാട്ടുപ്പെട്ടി, ചെങ്കുളം ഡാമുകളിലൊക്കെയാണുള്ളത്. കാരണം ഇവിടെ ഒരു സെൻസിറ്റീവ് ഏരിയ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഞാൻ തൂക്കുപാലത്തിലേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്. നമുക്ക് കാണാമെന്നറിയില്ല, അതേ താഴെയാണ് തൂക്കുപാലം. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാം. അവിടെ നോക്കിയപ്പോഴും ആൾക്കാരൊന്നുമില്ല. കാരണം അവിടെയൊക്കെ വന്ന് പഴയ കാലത്തെ ആൾക്കാർ പണിതിട്ട് തടി കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പാലമാണ്. അപ്പോൾ അവിടെ പോലും ഇപ്പോൾ ആളുകളില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഒരു ആരവങ്ങളോ ആളുകളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും 1.5 വർഷമായിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ട്. അപ്പോൾ ടൂറിസം മേഖല കാര്യമായിട്ട് തന്നെ ഈ ഒരു ആനയിറങ്ങൽ ഡാമിനെ അവോയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവോയ്ഡ് ചെയ്തിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. ഈ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്, കോടതിയുടെ സ്റ്റേ കാര്യങ്ങൾ വന്നിരിക്കുന്നതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ഥലം കൂടെ ഒന്ന് കണ്ട് നമുക്ക് തിരിച്ചു വരാം. ഈ ഹൈവേ റോഡിൽ നിന്നും ഉള്ളിലോട്ട് ഇറങ്ങി ഇതാ ഈ ഒരു ഉണ്ട്. ഇവിടെ എല്ലാം ഡിവൈഡർ വന്നപ്പോൾ ക്ലോസ് ആയി പോയതാണ്. അപ്പോൾ ഈ ഒരു നടപ്പാത വഴി, അപ്പുറത്തെ വഴി കുറച്ചപ്പുറത്ത് മാറിയ ജീപ്പൊക്കെ പോകുന്ന വഴിയുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒന്ന് കുറച്ച് നടന്ന് ആ തൂക്കുപാലത്തിലേക്ക് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മേഖല കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ചെയ്തിരിക്കുന്ന ഏലക്കൃഷിയിലേക്കൊക്കെ ആണെങ്കിൽ ഈ ആന ഇറങ്ങി വന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ആനയ്ക്ക് വനത്തിനുള്ളിൽ ഇപ്പോൾ തീറ്റയില്ലാത്തൊരവസ്ഥയാണ്, അതിനുള്ള വെള്ളമില്ലാത്ത അവസ്ഥയാണ്. ഇനി ആനയിറങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അണക്കെട്ടാണ് ഇവിടെ ആനയ്ക്കും എല്ലാവർക്കും വെള്ളത്തിനൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ പിടിക്കാനൊക്കെ ആളുകൾ വരുന്നതാണ് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഈ തേയിലയുടെയൊക്കെ ഒരു ഭംഗി ആസ്വദിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. കാരണം ഇവിടെ ബഫർ സോണിങ്ങൊക്കെയാണ് ഇപ്പോൾ ഇതേണ്ട തളിരിലകളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവർക്കൊന്നും ദോഷം ഉണ്ടാക്കരുത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇറങ്ങിപ്പോവുക, ആസ്വദിക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ ഒരാൾ പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി, ആ ടൂറിസം മേഖലയാണെങ്കിൽ ആളുകളൊക്കെ വേണം, എങ്കിലേ നമുക്കും പോകാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇപ്പോൾ അറിയാലോ, നീ ഉണ്ടോ, നമ്മളിപ്പോൾ പോകുന്ന വഴികളിലാണ് പോലും ഒറ്റ മനുഷ്യരില്ലെന്നുള്ളതാണ്. ഈ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് വരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒറ്റ മനുഷ്യരുമില്ല. അത്ര രീതിയിൽ ഇവിടം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയിരിക്കുകയാണ്. അപ്പോൾ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ ഒരു ജീവൻ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഈ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ആരവങ്ങളൊന്നും ഇല്ലയെന്ന് എപ്പോഴും അടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു ഏറെ പ്രതീക്ഷയോടെ വന്നതാണ് ഇവിടെ ആളുകളൊക്കെ കാണും എന്നൊക്കെയുള്ള രീതിയിലൊരു വ്ളോഗൊക്കെ എടുക്കാൻ. പക്ഷേ നിരാശയോടെയാണ്. എന്നാലും ഈ കണ്ട കാഴ്ചകൾ, ഈ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മൂന്നാറിൽ നിന്നും തേക്കടിയൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങി കാണുക. ബോട്ടിങ് മാത്രം ഇല്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മറ്റുള്ള കാഴ്ചകളും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണിത്. അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി ഇവിടെയൊക്കെ ഒന്ന് കണ്ടുപോകുക. എന്തായാലും നിങ്ങൾ വന്ന് പോകുന്നതാണല്ലോ. അപ്പോൾ ഇത് ഒരുപാട് വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ
ഇങ്ങനെയാണ്. അതൊന്ന് നിങ്ങൾ കാണിക്കാനും കൂടി ആണിപ്പോൾ ഒരു വീഡിയോ ചെയ്തതെന്ന് നമുക്ക് കരുതാം. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. ഇനി തൊട്ടപ്പുറത്ത് പോവുകയാണെങ്കിൽ ചിന്നക്കനാല് ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി ആസ്വദിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു അധ്യായം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.